മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നാദാപുരത്തിന്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പുറകോട്ടെന്ന് പറഞ്ഞാൽ മിടുക്കരായ വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കെ വിദ്യാഭ്യാസം അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം +2 കഴിഞ്ഞൊക്കെ ഏറ്റവും മികച്ച മാർക്ക് നേടിയ നമ്മളുടെ കുട്ടികൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ പല സർവകലാശാലകളുമാണ്. ഡൽഹിയിലെ സർവകലാശാലകളിൽ, പഞ്ചാബിലെ സർവകലാശാലകളിൽ, ഹൈദരാബാദിൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്നത് നമ്മളുടെ നാദാപുരം, കുറ്റ്യാടി, വടകര മേഖലയിൽ നിന്നെല്ലാമുള്ള കുട്ടികളാണ്. ഏറ്റവും മികച്ച പഠന നിലവാരമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തുടർന്ന് പഠിക്കാൻ സാഹചര്യമില്ലാതെ കേരളത്തിന്റെ പുറത്തേക്ക് പോകേണ്ടി വരികയും ഞാൻ പറയാം, നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബാക്കി നമുക്ക് നാദാപുരത്തെ മാറ്റാൻ എന്താണ് ഒരു ജനപ്രതിനിധിക്ക് സാധിക്കുക, ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പ് ഈ നാടിന് നൽകിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ, ഊരുകളിൽ പോയപ്പോൾ, ഉന്നതികളിൽ പോയപ്പോൾ കുട്ടികൾ പലപ്പോഴും പഠനം അവസാനിപ്പിക്കുക. വേണ്ടത്ര പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങളില്ല. ചില വീടുകളൊക്കെ ഇപ്പോഴും ആദിവാസി ഉന്നതികളുടെ വീടുകൾ ദയനീയമാണ്. ഇവർക്കൊക്കെ ഒരുപടി ഫണ്ട് വരുന്നുണ്ട്, അതൊക്കെ നല്ലപോലെ വിനിയോഗിച്ചാൽ ഗുണകരമാവുന്ന പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ പലരും ഇതിനെ പറ്റി ബോധവാന്മാരല്ല. ഞാൻ ഈ നാടിന്റെ ഏറ്റവും അടിസ്ഥാന വർഗം നമ്മളുടെ കുഞ്ഞുങ്ങളും ആളുകളും ഒന്ന് ST ആദിവാസി മേഖലകളിലാണ്, SC സമൂഹത്തിലാണ്, പിന്നീട് വിവിധ മേഖലകളിലാണ്. ഇവരൊക്കെ വിദ്യാഭ്യാസത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ആദ്യഘട്ടമായി ഈ മണ്ഡലത്തിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ST വിദ്യാർത്ഥികൾക്കും ഒരു ഘട്ടമാണ് ST വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 10 വരെയുള്ള പഠനോപകരണം കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ രീതിയിൽ MLA കെയറിന് കീഴിൽ നടപ്പിലാക്കി വരികയും രണ്ടാമതിപ്പോൾ 1ാം ക്ലാസ്സിലെ മുഴുവൻ മണ്ഡലത്തിലെ 1ാം ക്ലാസ്സിലെ മുഴുവൻ കുഞ്ഞുങ്ങളും അതൊരു സ്നേഹപൊതിയാണ്, ഒരു ചെറിയൊരു കിറ്റ് കൊടുത്ത് ആരംഭിച്ചു. മൂന്നാമത് ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപടി നമുക്ക് ചെയ്യാൻ. ഞാൻ പ്രധാനമായി ഫോക്കസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസമാണ്, ആരോഗ്യമാണ്, കർഷകരുടെ പ്രശ്നമാണ്, മലയോര മേഖല കർഷകർ എന്ന് പറഞ്ഞാൽ മലയോര ജനതയുടെ പ്രശ്നമാണ്, ഈ നാടിന്റെ പ്രവാസി ക്ഷേമമാണ്, കുടിവെള്ള പ്രശ്നമാണ്. അങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ അടിയന്തരമായ പ്രാധാന്യത്തോടെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് പ്രധാനമായും. അപ്പൊ ആ വിദ്യാഭ്യാസ മേഖലയെ, നാദാപുരത്തിന്റെ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചർച്ചകൾ അണിയറയിലുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങളോട് പറയും. നിങ്ങളിലൊക്കെ ഒരു ചർച്ചയിൽ നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകണം. ചില സ്വപ്നങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അതിന് വേണം. നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങൾ വേണം, പിന്തുണ വേണം. അതൊരു വിദ്യാഭ്യാസ മേഖലയിൽ ഇരിക്കുന്ന പല ആളുകളുമായുള്ള ചർച്ചകളിലാണ്. അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരോടൊക്കെ സംസാരിച്ച ഒരു മുഴുവൻ അതിൻ്റെ ഒരു ചിത്രം കിട്ടിയാൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യും. അപ്പൊ അതിൻ്റെ ഒരു ആദ്യപടിയായി ഈ നാദാപുരം മണ്ഡലത്തിലെ 10ാം ക്ലാസും +2 വിജയിച്ച, ഫുൾ A+ അല്ല, 10ാം ക്ലാസും +2 വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കാൻ പോവാണ്. അത് ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ട്, അവരെയും ആദരിക്കും. 10ഉം +2 വിജയിച്ച മുഴുവൻ ആളുകളുണ്ട്, അവരെയും ആദരിക്കും. അപ്പൊ എല്ലാവരെയും ആദരിച്ച് എല്ലാവർക്കും ഇപ്പൊ ജീവിതത്തിൽ ഒരു ആദരം കിട്ടുക എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പോക്കിന്റെ ഒരു ഊർജ്ജമാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ A+ കുറഞ്ഞു പോയ ആളുകളുണ്ടാവും. അവർ നാളുകളിൽ അവരുടെ A+ നേടണം. ഇനി ഫുൾ വിഷയങ്ങൾക്ക് A+ മാത്രം നേടിയിട്ട് കാര്യമില്ല, ജീവിതത്തിൽ A+ നേടണം. അപ്പൊ അത്തരം ചില പദ്ധതികളൊക്കെ നമ്മളുടെ ചർച്ചകളിലുണ്ട്, അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെ നാദാപുരത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ പരിപാടി ജൂൺ മാസം 7ാം തീയതി വരുന്ന ഞായറാഴ്ച, മറ്റന്നാളാണ്, നമ്മുടെ കല്ലാച്ചിയിൽ രാഹുൽ ഗാന്ധി വന്ന ഗ്രൗണ്ടിന്റെ പേര് ഞാൻ ഓർമ്മയില്ല, ആ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അപ്പോൾ ജൂൺ മാസം രാവിലെ 7ാം തീയതി രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. നമ്മളൊരു 9:30 കുട്ടികൾക്കുള്ള ക്ലാസ് കൊടുക്കുക. അതിൽ വെറും ഒരു ആദരം മാത്രമല്ല, കുട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യം വെച്ച് ജോസഫ് അന്നക്കുട്ടി ജോസാണ് ക്ലാസ് എടുക്കുന്നത്. എന്താറിയാം, എഴുത്തുകാരനാണ്, നല്ല കുട്ടികളുമായിട്ട് ഒരുപാട് കാഴ്ചപ്പാടുള്ള ചെറുപ്പക്കാരനാണ്. ജോസഫ് അന്നക്കുട്ടി ജോസ് വരികയാണ്. ഉദ്ഘാടകനായി ശ്രീ ഷാഫി പറമ്പിൽ MP, വിശിഷ്ട വ്യക്തിത്വങ്ങളായി ഇപ്പോൾ ചന്തു സലീം കുമാർ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമകളിലൊക്കെ ഫെയിമായി വന്നിട്ടുള്ള ചന്തു സലീം കുമാർ വരികയാണ്. ശ്രീ ഷാഫി കൊല്ലം ആ പരിപാടിയിലേക്ക് വരിക. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജോസഫ് അന്നക്കുട്ടി ജോസ് വരികയാണ്. നമ്മളുടെ പാറക്കൽ അബ്ദുള്ളയും പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള MLA മാർ അങ്ങോട്ട് വരും. രമേശ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, 10 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരെല്ലാം പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പരിപാടിയിലേക്ക്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ചുവടുവെപ്പാണ്.
ആ രീതിയിൽ ഈ പരിപാടിയെ നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതി മാറുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ പരിപാടിയിൽ സംബന്ധിക്കുന്നു. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ദൗർഭാഗ്യവശാൽ നമ്മളുടെ കുട്ടികൾക്ക് വീട്ടുകാർ കൊടുക്കുന്ന ക്ലാസ്സോ അല്ലെങ്കിൽ അറിവോ ചില സ്കൂളുകളുടെ അറിവോ അല്ലാതെ അവരെന്താവണമെന്ന് അവരെ കൊണ്ട് തീരുമാനിപ്പിക്കാൻ, അവരെ പ്രാപ്തരാക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല. അത് ഇവിടെ മാത്രമല്ല, എവിടെയും. അപ്പോൾ ചില മാറ്റങ്ങൾ അതിലൊക്കെ വരണം. അപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി ടെസ്റ്റ്, ഒരു കുട്ടിയുടെ എൻ്റെ 10ാം ക്ലാസ് ഞാൻ കഴിഞ്ഞ് ഞാൻ +2 സയൻസ് എടുക്കുന്നത് ആ സാഹചര്യം എങ്ങനെയായിരുന്നു സയൻസ് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയി BSc ഫിസിക്സ് എടുക്കും. അതിനുശേഷം ഞാൻ എൻ്റെ സംഘടനാ രംഗവും കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം ഞാൻ MCC ജേർണലിസം PG MCJ ഫറൂഖിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ ഒരു PG ദേവഗിരിയിൽ ചെയ്യുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ പോകും. ഞാൻ നോക്കാൻ എൻ്റെ ജീവിതത്തിൽ 8ലോ 9ലോ 10ലോ എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ സാധ്യതകൾ എൻ്റെ ഉള്ളിലൊരു അഭിരുചി കണ്ടെത്താനോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു അവസരം ആരും നൽകിയിട്ടില്ല. ഇന്നത്തെ ഒരു സമൂഹത്തിന് അങ്ങനെ നൽകുന്നു എനിക്ക് തോന്നുന്നില്ല. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുട്ടികളുടെ അഭിരുചി നോക്കിയിട്ട് അവർക്കുള്ള ചില ക്ലാസ്സുകൾ കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ നാദാപുരത്തുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തിയെടുക്കുക. 10ാം ക്ലാസ്സിലെ ഫുൾ വിഷയത്തിന് A+ കിട്ടുന്ന കുട്ടി സയൻസ് തന്നെ എടുക്കണമെന്നില്ല. പക്ഷെ ആ കുട്ടിക്ക് അത് അറിയുന്നില്ല അവൻ്റെ അഭിരുചി എന്താണ്. അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ അതൊക്കെ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞു, അണിയറയിലെ പദ്ധതികളുണ്ട്. അഭിരുചി ടെസ്റ്റുകളും കാര്യങ്ങളും അവർക്കുള്ള ട്രെയിനിങ്ങും പിന്നെ കേവലം ഇപ്പോൾ നമുക്ക് കേരളത്തിലെ MLA-മാർക്കൊക്കെ മാതൃകയായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ കാന്തപുരത്ത് ഇവിടെ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയുടെ MLA. IAS അക്കാദമി, നമ്മൾ IAS അക്കാദമി മാത്രമല്ല പല അക്കാദമികളും നോക്കുക. നമ്മൾ പല രീതികളും പല അക്കാദമികളും നോക്കുക. നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനം എന്നത് എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ മുറുകെ പിടിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നായിരുന്നു. നാദാപുരത്തിൻ്റെ സമഗ്ര മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതി, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ, വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തിയെടുക്കാൻ, വാർത്തെടുക്കാൻ, ഇതൊക്കെ എൻ്റെ ഒരു പദ്ധതിയായിട്ട് മുമ്പോട്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു പോകുമ്പോൾ അതിൽ ആദ്യത്തെ പദ്ധതികളിൽ ഒരു ചുവടുവെപ്പായി ഈ പദ്ധതികൾ. ബാഗ്, കുട നിർമ്മാണ വിപണന സർവീസ് രംഗത്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ കലാച്ചിയിലെ സൂര്യ ബാഗ്സ് ആൻഡ് അംബ്രല മാർട്ട് 25ാം വർഷത്തിലേക്ക്. സൂര്യ ബാഗുകൾക്ക് 1 വർഷം വരെ സർവീസ് വാറന്റി, സ്വന്തമായി നിർമ്മാണശാലകൾ, ഉയർന്ന ഗുണനിലവാരവും മിതമായ വിലയും, വൈവിധ്യമാർന്ന മോഡലുകൾ, ഷോപ്പുകൾ, വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ബാഗുകളുടെ മൊത്തമായ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. സർവീസ് സെന്ററുകളിൽ നിന്നും എല്ലാതരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. പ്രമുഖ കമ്പനി കുടകൾ കമ്പനി വിലയിൽ തന്നെ ലഭിക്കുന്നു. കല്ലാച്ചിയിൽ സ്റ്റാർ കോംപ്ലക്സിലും ആയഞ്ചേരിയിൽ കടമേരി റോഡിലുമാണ് സൂര്യ ബാഗ് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നത്.